ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാനും ഇതാ സുഖമായിരിക്കുകയാണ്. 2 ദിവസം എനിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു കേട്ടോ. പനിയൊക്കെ മാറി. ഇപ്പം സൗണ്ടൊന്നും റെഡി ആയിട്ടില്ല. സൗണ്ടിനൊക്കെ ഇപ്പോഴും ഒരു ബാസ് പോലെ ഉണ്ട്. എന്നാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി. ഞാനപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വ്ളോഗും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ട് അതൊരു വ്ളോഗാക്കി ഇടാമെന്നും പറഞ്ഞിട്ട് രാവിലെ തൊട്ടുള്ള ഒരു വ്ളോഗ് എടുക്കുകയാണേ. ഇന്നിതാ രാവിലെ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റായിരുന്നേ. എണീറ്റ് നേരെ അടുക്കളയിലേക്ക് വന്നതാ. അപ്പോൾ തലേദിവസം റൈസ് കുക്കറിൽ ചോറ് തിളപ്പിച്ച് വെച്ചതുണ്ടായിരുന്നു. അത് ഒന്ന് തിളപ്പിച്ച് വാർക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ ആ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നത്. മക്കൾ രണ്ടാളും ഉറക്കമാണ്. അപ്പോൾ അവർ എണീക്കും മുമ്പ് ഒരുവിധം പണി തീർക്കണമെന്നൊക്കെ ഉള്ളൊരു വിചാരത്തിലാണ് നേരത്തെ തന്നെ എണീറ്റ് അടുക്കളയിലേക്ക് എത്തിയത്. അങ്ങനെ ആ ചോറൊക്കെ എടുത്ത് ഗ്യാസിലേക്ക് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ട് ജനലെല്ലാം തുറന്നിടുക. എനിക്ക് രാവിലെ അടുക്കളയിലേക്ക് വന്നാൽ ജനലെല്ലാം തുറന്നിടണം. എന്നിട്ട് ആ ഒരു ഫ്രഷ് എയർ ഉണ്ടല്ലോ, അതിങ്ങനെ അതൊരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടിട്ട് ആ കാറ്റും വെട്ടവും രാവിലത്തെ ആ സൂര്യപ്രകാശമൊക്കെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വെക്കുക അതിലേക്ക്. അതിനുശേഷം വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം ഇനി കാപ്പി തിളപ്പിക്കാനായിട്ട് കട്ടൻ കാപ്പി, രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിക്കാനായിട്ട് രാവിലെ കാപ്പി തിളപ്പിക്കാനായിട്ട് ഗ്യാസ് കത്തിച്ച് വെള്ളം വെച്ച് അതിനുശേഷം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടല ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ തലേദിവസം കടലയൊക്കെ വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പോൾ കടല വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ച് കടലക്കുള്ള സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടും ഞാൻ. ഒരു സവാള മുഴുവനായിട്ടിടും. ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില. അപ്പോൾ എൻ്റെ കയ്യിൽ വേപ്പില ഉണ്ടായില്ല, അത് കാരണം ഞാൻ വേപ്പില ഇട്ടിട്ടില്ല. അതും പിന്നെ ഞാനിടുന്ന മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഇച്ചിരി മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഇടും, അല്ലെങ്കിൽ വേണ്ട, നിർബന്ധമില്ല. എന്നാലും ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇടാറുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് കടല വേവിക്കാനായിട്ട് വെക്കും. എന്നിട്ടാണ് പിന്നെ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ, പുട്ടിനുള്ള പൊടി നനക്കലും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് അവിടെ കടല വേകുമല്ലോ. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ എനിക്ക് കൺമണി എണീക്കും മുമ്പ് ഒരുവിധം പണിയൊക്കെ തീർത്തില്ലെങ്കിൽ പിന്നെ അവൾ ഭയങ്കര ബഹളമൊക്കെ കൂട്ടും. പിന്നെ അത് നടക്കില്ല, പണിയൊക്കെ അവിടെ പെൻഡിങ് ആകും. അതുകൊണ്ട് അവൾ എണീക്കുന്നതിന് മുമ്പ് ഭയങ്കര ധൃതിയിൽ ഇങ്ങനെ പണിയെടുത്ത് അങ്ങനെ ആ ഒരു സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ രാവിലെ ഏട്ടൻ എണീറ്റ് ഞാൻ എണീറ്റ് അത് കഴിഞ്ഞപ്പോൾ രണ്ടാളും എനിക്ക് വേഗം തന്നെ എണീക്കും. ഞങ്ങൾ കൂടെ കിടന്നില്ല എങ്കിൽ, ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും കിടക്കും. ആരും ഇല്ല എങ്കിൽ വേഗം തന്നെ ആദ്യം കണ്ണൻ എണീക്കും. കണ്ണൻ എണീറ്റ ഉടനെ കൺമണി അങ്ങനെ എണീക്കും. അധിക സമയം പിന്നെ കിടക്കില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കട്ടൻ ചായയിൽ ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ തൊണ്ടക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് ചായ ഇട്ട് അത് കഴിഞ്ഞിട്ട് ചായയും തിളപ്പിച്ച്, അപ്പോൾ അരി കുറച്ച് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് കുറച്ചുകൂടി വേകാനുണ്ടായിരുന്നു, അതാണ് ഞാൻ ഒന്നുകൂടി തിളക്കാൻ വെച്ചത്. അപ്പോൾ ചായ നന്നായിട്ട് തിളച്ച് ഇനി തേയിലേക്ക് ഇട്ട് ചായ ഊറ്റി എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൺമണി എണീറ്റിട്ടുണ്ടായിരുന്നു. അവളതാ ഏട്ടൻ ഊഞ്ഞാലിൽ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കാപ്പിയായിട്ട് ചെല്ലുമ്പോഴത്തേക്കും. എന്നിട്ട് ഊഞ്ഞാലിൽ ആട്ടി അവൾ വേഗം ഉറങ്ങിക്കോളും. പിന്നെ കുറച്ച് നേരം ആ ഊഞ്ഞാലിൽ അങ്ങനെ കിടന്നുറങ്ങിക്കോളും. നല്ല സുഖമായിട്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. കുറച്ച് നേരം അധികം കിടക്കും അങ്ങനെ ഊഞ്ഞാലിൽ. അപ്പോൾ ഏട്ടനും കാപ്പി കൊടുത്ത് ഞാനും കാപ്പി കുടിച്ചിട്ട് ബാക്കിയുള്ള ജോലികൾ. കണ്ണൻ ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അവനിപ്പോൾ കുറച്ച് ദിവസം ഓൺലൈൻ ക്ലാസ്സാണ്. അവൻ്റെ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്ന കൊണ്ടിട്ട് ഓൺലൈനിലെ ക്ലാസ്. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ അവന് ക്ലാസ് തുടങ്ങും. 8 മണിക്ക് ഏട്ടന് പോകാൻ ചെയ്യണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എൻ്റെ പണിയൊക്കെ തീർക്കണം. കമ്മണി ഊഞ്ഞാലിൽ കിടന്ന് ഉറങ്ങണുണ്ട്. കണ്ണൻ അവിടെ ഞങ്ങൾ എഴുന്നേറ്റ കൂടെ തന്നെ കണ്ണനും എഴുന്നേറ്റ് വന്ന് സോഫയിൽ കിടന്ന് അവനും ഉറക്കമാണ്. ഞാനപ്പോൾ എഴുന്നേക്കെന്ന് പറയണമായിരുന്നു അവനോട്.
അതാ ഞാൻ തൂത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ കണ്ണൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് മോനെ പോയി കുളിക്കുക പല്ലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഏട്ടനാണ് സ്ഥിരം രാവിലെ അവനെ പല്ലേപ്പിക്കലും കുളിപ്പിക്കലും ഒക്കെ. സ്കൂളിൽ പോണ സമയത്ത് സ്കൂളിൽ പോകണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് മടിയാ, ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റൂല. അപ്പോൾ പിന്നെ ആവട്ടെ, കുറച്ച് കഴിയട്ടെ, പിന്നെ ആവട്ടെ, ക്ലാസ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇല്ല, ക്ലാസ്സിന് മുമ്പ് കുളിച്ചിട്ടിരിക്കണം, അല്ലെങ്കിൽ മിസ്സ് വഴക്ക് പറയൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം പറഞ്ഞാൽ മതി, പറഞ്ഞാൽ പിന്നെ കേട്ടോളും. ആദ്യമൊക്കെ കേൾക്കൂല, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. നമ്മൾ അവൻ പറയണതിനനുസരിച്ച് നിൽക്കുമെന്ന് കണ്ടാൽ പിന്നെ സമ്മതിക്കൂല, അല്ല പറ്റൂല പറഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ അങ്ങനെ ഞാൻ തൂത്ത് ഫ്രണ്ടിലൊക്കെ കുറച്ച് കരികൾ എപ്പോഴും വീണ് കിടക്കും. ചില ദിവസങ്ങളിൽ തൂക്കാൻ പറ്റാറില്ല, പറ്റുന്ന സമയം കിട്ടുന്ന പോലെ. ഇപ്പോൾ രാവിലെ തന്നെ ഒരുവിധം പണിയൊക്കെ ഒതുങ്ങിയ കാരണം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് തൂത്തുക, അല്ലെങ്കിൽ വൈകുന്നേരം തൂക്കലൊക്കെ. ആ സമയത്ത് ഏട്ടൻ കണ്ണനെ പല്ലേപ്പിച്ച് കുളിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് ഏട്ടൻ അവനായിട്ട് അകത്തേക്ക് കയറി പല്ലേപ്പിച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കണേനെ. കൺമണി എപ്പോഴും നല്ല ഉറക്കം തന്നെയാണ്. അപ്പം കുളിച്ച് കഴിഞ്ഞതാ മുടിയൊക്കെ കീറി റെഡിയായി. അപ്പം ഞാൻ മിസ്സ് കാണും, വീഡിയോ ഓണാക്കി വെച്ചിട്ടല്ലേ ക്ലാസ്സിൽ. അപ്പോൾ ചോദിക്കും എന്താ ഋത്വിക്ക് ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് റെഡിയാക്കി കുളിച്ച് റെഡിയായൊക്കെ വന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട്, ക്ലാസ്സിന് മുന്നേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ അവനെ ക്ലാസ്സിൽ കയറട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് ഏട്ടനപ്പം എപ്പോൾ പോകണമല്ലോ, ഏട്ടൻ റെഡിയാവാനായിട്ട് പോയി, കുളിച്ച് റെഡിയാവാനായിട്ട് ഏട്ടൻ പോയ സമയത്ത് ഞാനെന്നാൽ പുട്ട് റെഡിയാക്കാം. കടലക്കറിയും കൂടി, കടല വേവിച്ച് വെച്ചതാ, കറിയും കൂടി ഒന്ന് ആക്കണമായിരുന്നു. അതിനിതാ പുട്ടിന് പൊടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഇനി അങ്ങോട്ട് വേഗം പണി കഴിയും കേട്ടോ. പുട്ടങ്ങോട്ട് ആവിക്ക് വെക്കും, കുക്കറിൽ വെള്ളം വെച്ചിട്ട് ആവിക്ക് വെക്കും. കടല അപ്പുറത്തെ അടുപ്പിൽ കടലയാക്കും. എന്നിട്ട് ഏട്ടനെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവാം. അപ്പോൾ 8 മണിക്ക് മുന്നേ എനിക്ക് എല്ലാം ആക്കി വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൺമണിയുടെ കാര്യമൊക്കെ നോക്കല്. അപ്പോൾ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ കടലക്കറിക്കുള്ള പൊടികളൊക്കെ എടുത്ത് ഞാൻ എപ്പോഴും വറ പൊട്ടിക്കൽ വറ താളിക്കൽ അതിലെനിക്ക് കൺഫ്യൂഷനാട്ടോ. ഞാൻ പറയുന്നത് കറക്റ്റാണോ, ഇനി എല്ലായിടത്തും അങ്ങനെ അല്ലല്ലോ പറയുന്നത്. അങ്ങനെ ഞാനിവിടെ കടുകൊക്കെ പൊട്ടിച്ച് പൊടിയൊക്കെ ചൂടാക്കി ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെ സാധാരണ എടുക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് അതൊന്ന് എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് കടല വേവിച്ച് വെച്ചത് ഇട്ട് ആവശ്യത്തിന് വെള്ളവും, തേങ്ങാപ്പാലാണ് കൂടുതൽ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടായില്ല, ഞാൻ തേങ്ങാപ്പാലൊന്നും എടുക്കാനുള്ള സമയം ഉണ്ടായില്ല. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കറി വെക്കൽ. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിക്കും, ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കടലക്കറി റെഡിയാവും. നന്നായിട്ട് കുറുകി വരും, സവാളയൊക്കെ ചേർത്തിട്ട്. പിന്നെ പറ്റുമെങ്കിൽ ചിലപ്പോൾ കിഴങ്ങ് ചേർക്കാറുണ്ട്, ഒരു ചെറിയ കിഴങ്ങൊക്കെ ചേർത്താൽ നല്ല തിക്കായിട്ടിരിക്കും ഗ്രേവി. അങ്ങനെ ഇപ്പം ഞാൻ കിഴങ്ങൊന്നും ചേർത്തിട്ടില്ല, വെറുതെ ഒരു ചെറിയ രീതിയിൽ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അങ്ങനെ കടലക്കറി ആയി. ഇനിയിപ്പോൾ പുട്ടിനുള്ള പുട്ട് ആവിക്ക് വെക്കാനായിട്ട് കുക്കർ വെച്ചിട്ട്, കുക്കറിൽ ചിരട്ടപ്പുട്ടാണ് വെക്കണത്. അതാകുമ്പോഴത്തേക്കും ഓരോരുത്തർക്ക് അങ്ങനെ ഒരു കണക്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അധികം ഉണ്ടാക്കാൻ വേണ്ട, കുറഞ്ഞു പോവില്ല, അങ്ങനെ ഒരു കണക്കാണ്. പിന്നെ കടലക്കറിയൊക്കെ മാറ്റി വെച്ച് വേഗം തന്നെ ഞാൻ പുട്ടും ആക്കി വെക്കുകയാണേ. ഇതിൻ്റെ ഇടയ്ക്ക് സൗണ്ട് കേട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ കൺമണി എണീറ്റ് ഊഞ്ഞാലിലിരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇറങ്ങണമെന്നില്ല ആൾക്ക്, ഇറങ്ങണമെന്നും ഉണ്ട്, ഇറങ്ങണ്ടെന്നും ഉണ്ട്, അങ്ങനെ ഒരു മൈൻഡിലിരിക്കുക. ഇറക്കിയാൽ ഇറങ്ങാം, ഇറക്കിയില്ലെങ്കിലും ഞാനിവിടെ ഇരുന്നോളാം, അങ്ങനെ ഒരു ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കണേ. ഞാൻ പിന്നെ കുറച്ച് നേരം കൂടി ആട്ടിയിട്ട് ഓടി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കുകയാണ്. എന്താ വെച്ചാൽ ഏട്ടന് പോകാനായിട്ട് സമയം കഴിഞ്ഞായിരുന്നു, 8 മണിക്കുള്ളിൽ പോകണം ഏട്ടന്, അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്കൊക്കെ ആണെങ്കിൽ ലേറ്റ് ആവും ചെല്ലാനായിട്ട്. അപ്പോൾ ഏട്ടനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ഞാൻ കൺമണിയുടെ കാര്യം എടുത്ത് വെച്ചാൽ പിന്നെ ഏട്ടൻ റെഡിയായി വന്ന് കഴിച്ചോളും. ആ സമയത്ത് ഞാൻ കൺമണീനെ പല്ലേപ്പിക്കുകയും അവൾക്ക് ബ്രഷ് ചെയ്തിട്ട് പിന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് കണ്ണന് ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ കൺമണീനെ പല്ലേപ്പിച്ചിട്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ കണ്ണൻ ക്ലാസ് കഴിഞ്ഞ് വന്ന സമയത്ത് അവളുടെ കാര്യങ്ങളൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ഇവള് കണ്ണനെ ശല്യപ്പെടുത്തും ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട്. അപ്പം അവന് ഭയങ്കര ടെൻഷനാണ്, ഇവള് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചെന്ന് ബഹളം കൂട്ടുമ്പോഴത്തേക്കും അത് മിസ്സ് കാണോ, മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനപ്പോൾ നെർവസ് ആവും. അപ്പോൾ അവന് ക്ലാസ്സിന് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുൾ ടൈം ഇവളുടെ കൂടെ തന്നെ
നിൽക്കും. അങ്ങനെ ഇതാ അവളെ പല്ലേപ്പിച്ച് റെഡിയാക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവൾക്ക് ടേബിളിൽ തന്നെ ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഏട്ടനൊപ്പം ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്ത് ഭക്ഷണം അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ടേബിളിൽ കൊണ്ടുവന്ന് ഇരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നതാണ്. അപ്പോൾ അവൾ ബഹളം കൂട്ട് അവിടെ ഇരിക്കാനായിട്ട് സമ്മതിക്കില്ല. വിചാരിച്ച് അത് തന്നെ നടക്കണം പുള്ളിക്ക്. പിന്നെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്നാൽ കുറച്ച് അവൾക്ക് ഇട്ട് കൊടുക്ക്, അവൾ അവിടെ ഇരുന്ന് കഴിച്ചോളൂല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കഴിച്ചില്ല മുഴുവൻ. അവളങ്ങനെ കഴിക്കുന്നില്ല, വെറുതെ അവിടെ ഇരുന്ന് കളിയാം, അവിടെയൊക്കെ വാരിയിട്ട്. അതാണ് അവളുടെ മെയിൻ ഹോബി, അവിടെ ഇരുന്നിട്ട്. പിന്നെ ഞാൻ എന്തായാലും ഇരിക്കട്ടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് അവിടെ പ്ലേറ്റ് വെച്ചിട്ട് അവൾക്ക് കൊടുക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് ഭക്ഷണം വേറെ കൊണ്ടുപോയി കൊടുത്ത്, അല്ലെങ്കിൽ കുറച്ച് നേരം വിശപ്പുണ്ടാവുമല്ലോ രാവിലെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ടി വിയിൽ അവൾക്ക് ഇഷ്ടമുള്ളൊരു കാർട്ടൂൺ ഉണ്ടേ. കാർട്ടൂണല്ല, ഈ പട്ടിക്കുട്ടികളുടെയൊക്കെ ഒരു വീഡിയോ. അത് കണ്ടുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. അത് വെച്ച് കൊടുത്ത് അതുമായിട്ട് ഇരുന്നോളും, അല്ലെങ്കിൽ കണ്ണനെ ശല്യപ്പെടുത്തുമല്ലോ. അത് കഴിഞ്ഞ് കണ്ണൻ അവിടെ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മന് കുഴപ്പമില്ല അമ്മ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അമ്മ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ മിസ്സ് പറയണതൊക്കെ ആ ടെക്സ്റ്റിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കണുണ്ട് എന്താ പഠിക്കണുണ്ട്, എന്താ ചെയ്യണേന്നൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയിട്ടൊക്കെ പോണേ. അപ്പോൾ ആൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ക്ലാസ്സിലൊക്കെ ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. ആ സമയത്ത് എന്നിട്ട് അവൾക്ക് ടി വി വെച്ച് കൊടുത്ത് ഇവൻ ക്ലാസ്സിലല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ കുളിക്കാമല്ലോ, കുളിച്ചാൽ പിന്നെ പണി അങ്ങോട്ട് കഴിയാം, അല്ലെങ്കിൽ പിന്നെ കുളി വൈകുന്നേരത്തേക്കാകും, എൻ്റെ കുളി നടക്കൂല. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അപ്പം തന്നെ വരും കൺമണി. അവൾക്കും കൂടെ വന്ന് പ്രാർത്ഥിക്കണം, ചന്ദനത്തിരി അവൾക്ക് കത്തിക്കണം, എല്ലാം അവൾക്ക് തന്നെ ചെയ്യണം. അത് കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോഴത്തേക്കും എൻ്റെ കൂടെ വന്നിന്ന് പ്രാർത്ഥിക്കാൻ വരാം. അത് ആ സമയമായപ്പോഴത്തേക്കും കണ്ണൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാനും കണ്ണനും കൂടി ഇരിക്കുകയാണേ. ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൺമണി അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ ശല്യം ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാനും കണ്ണനും കൂടി പുട്ടും കടലയും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. ഇനി ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാണ്. എന്തെങ്കിലും ഒരു ലോഷൻ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചിടും. തുടച്ചിട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് ക്ലീനിങ് ആണല്ലോ ഇന്ന്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനിയായിരുന്നു 2 ദിവസമല്ല, മുഹമ്മയിൽ ഒരാഴ്ച ഞങ്ങൾ മുഹമ്മയിലായിരുന്നു. മുഹമ്മയിൽ നിന്ന് വന്നതിൻ്റെ അന്ന് രാത്രി തുടങ്ങിയതാണ് എനിക്ക് പനി. പിന്നെ 2 ദിവസമായിട്ട് കിടപ്പൊക്കെ ആയിരുന്നു, ഛർദിലും പനിയും എല്ലാം നല്ല ബുദ്ധിമുട്ടായി അങ്ങനെ കിടപ്പായിരുന്നേ. അതുകൊണ്ട് വീട് തൂക്കലും തുടക്കലും ഒക്കെ 2 ദിവസമായിട്ട് നടക്കലുണ്ടായില്ല. ഭക്ഷണമൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കി കൂട്ടി കഴിക്കലൊക്കെ ആയിരുന്നു 2 ദിവസം. അമ്മ ഇവിടെ ഇല്ല, അമ്മ ചേച്ചിയെടുത്ത് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് പോയിരിക്കുക അമ്മ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ടേബിളൊക്കെ തുടച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് നേരം പിള്ളേരുടെ കൂടെ ഇരിക്കാമെന്നും പറഞ്ഞ് ഞാൻ അവരെയായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുക. കണ്ണനും കൺമണിയും കൂടി ടി വി കാണണമായിരുന്നു. പിന്നെ ഞാനും വന്ന് കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ എനിക്കൊന്ന് മൊത്തത്തിൽ തൂക്കണം. പിന്നെ ഹാള് മാത്രം ഒന്ന് തുടച്ചിടാം. ഹാളും ഡൈനിങ് ഹാളും കിച്ചണും മാത്രം ഒന്ന് തുടച്ചിടാമെന്ന് ഓർത്ത്. മൊത്തത്തിൽ തുടക്കാനായിട്ട് ഇന്ന് എന്തായാലും സമയമില്ല, എനിക്ക് കറികളൊക്കെ വെക്കണം. ഏട്ടന് ഉച്ചക്ക് ഊണ് കഴിക്കാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഉച്ചവരെ ഇന്നുള്ളൂ, എന്തോ ബോർഡ് മീറ്റിംഗ് എന്തോ ആണ്. അപ്പോൾ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് എനിക്ക് ഉച്ചക്കത്തേക്ക് കറിയൊക്കെ വെക്കണം. ആ സമയത്തേക്ക് എനിക്ക് പണികളൊക്കെ തീർക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് തൂത്തുടച്ച് നീറ്റാക്കി ഇടാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടായിരുന്നു പോയത്. തിരിച്ച് വന്നിട്ട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി മുഴുവനൊന്ന് തൂത്തുടക്കും. ഞാൻ വർക്ക് ഏരിയയിലാട്ടോ എൻ്റെ ജോലിയെല്ലാം ചെയ്യുന്ന. മെയിൻ കിച്ചണിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. അവിടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ടിട്ട് അധികം മോശമാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനെല്ലാം വർക്ക് ഏരിയയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഏരിയയിൽ വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് മൊത്തം ഒന്ന് തൂത്തുടച്ചിട്ടിട്ടാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് റെഡിയാക്കുള്ളൂ. അപ്പോൾ എല്ലാം കൂടി അല്ലെങ്കിൽ മൊത്തത്തിൽ
കൂടി അങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്കും ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. കുറച്ച് അങ്ങോട്ട് ക്ലീനാക്കി പോയാൽ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പം ഞാൻ അങ്ങനെ മൊത്തം സിങ്കും ആ കിച്ചൺ ക്യാബിനറ്റും ഇതൊക്കെ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ലോഷൻ ഒഴിച്ച് ആദ്യം വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് തുടക്കും. അത് കഴിഞ്ഞ് ലോഷൻ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട്, അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്ലീനാക്കി ഈ വർക്ക് ഏരിയ മൊത്തം തൂത്ത് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെയിൻ കിച്ചണും അവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ അവിടെ പോയി വെറുതെ ഒന്ന് തൂത്ത് ഈ ലോഷൻ ഇട്ട് തന്നെ ഒന്ന് തുടച്ചിടും. അപ്പോൾ അവിടെയും എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ ഡെയിലി അങ്ങനെ തുടക്കുമ്പോഴത്തേക്ക് അഴുക്ക് കൂടി കിടക്കില്ലല്ലോ. അങ്ങനെ സമയം കിട്ടുന്ന പോലെ അവിടെയും ഒന്ന് തൂത്തിടും. മൊത്തത്തിൽ ഇവിടെ വർക്ക് ഏരിയയിലാണ് എൻ്റെ ജോലി മുഴുവനും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് കൂടുതലും ക്ലീൻ ആക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ എന്നാലും സമയം കിട്ടുന്നത് പോലെ ഒന്ന് ആ മെയിൻ കിച്ചണും പോയൊന്ന് തൂത്ത് വൃത്തിയാക്കിയിടും. പൊടി ഉണ്ടാവും, എത്ര ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ പൊടിയൊക്കെ ഉണ്ടാവും. സ്റ്റൗവിലൊക്കെ എപ്പോഴും ഇങ്ങനെ പൊടി പിടിച്ചിരിക്കണ പോലെ തോന്നും. പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൗണ്ട് അടച്ചു പോകുന്നുണ്ടേ. എന്തായാലും എല്ലാവരും ക്ഷമിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം വെക്കുന്നൊരു ജാറുണ്ട് അവിടെ. അതിലേക്ക് വെള്ളം തലേദിവസം തിളപ്പിച്ച് വെക്കും. എന്നിട്ടത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ജാറിലേക്ക് ഒഴിച്ച് വെക്കും. അതാണ് ഞങ്ങൾ എല്ലാ ദിവസവും കുടിക്കൽ. എന്നിട്ട് ചൂടുവെള്ളം ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല, ആ വെള്ളമാണ് കുടിക്കൽ. എന്നിട്ട് എന്തെങ്കിലും ഞാൻ കുറച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കൺമണി ബഹളം ഇട്ട് വരും കേട്ടോ. കണ്ണനെ കൊണ്ട് വലിയ ശല്യമില്ലേ ഇപ്പോൾ. എന്തെങ്കിലും എഴുതാനോ പഠിക്കാനോ വെച്ച് കൊടുത്താൽ അത് ചെയ്യും, അല്ലെങ്കിൽ ടി വിയിൽ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അവനെ കൊണ്ട് ഇപ്പോൾ വലിയ ശല്യമില്ല. പക്ഷേ കൺമണീനെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ വരും. ഞാൻ പണിയെടുക്കണതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ബഹളം കൂട്ടിയിട്ട്, അതൊന്നും പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോ നിർത്തി വെച്ചിട്ടാണ് ബാക്കി അവളെ കുറച്ച് സമാധാനിപ്പിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ ആക്കി കുറച്ച് കളിക്കാനൊക്കെ ഇട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ടാണ് പിന്നെ വന്നിട്ട്. അപ്പം ഞാൻ കുറേ ലേറ്റ് ആവും എൻ്റെ കറി വെക്കലൊക്കെ താമസിച്ചു. പിന്നെ ചിക്കൻ ഇന്നലെ വാങ്ങിയത് ഫ്രിഡ്ജിലിരിക്കണമായിരുന്നു. അത് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ഐസായിട്ടിരിക്കുക. അപ്പം ഞാൻ കുറച്ച് നേരം അത് വെള്ളത്തിൽ വെച്ച് അതൊന്ന് മെൽറ്റ് ആവട്ടെ എന്ന് ഓർത്തിട്ട് അതും എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ വീടൊക്കെ തൂത്ത് തുടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ അവിടെ ഇരുന്ന് സാധാരണ രീതിയിലേക്കാകുമല്ലോ. അങ്ങനെ ഞാൻ ഹാളും ബെഡ്റൂമും ഒക്കെ ഒന്ന് ഓടിച്ചൊന്ന് തൂത്തിട്ടിട്ട് ഹാള് മാത്രം ഒന്ന് തുടക്കണം, കിച്ചണും ഒന്ന് തുടച്ചിടണം. അപ്പം ഞങ്ങൾ എഴുന്നേറ്റ് പോന്നിട്ട് ആ ബെഡ്ഷീറ്റ് എല്ലാം അങ്ങനെ തന്നെ കിടക്കണേ. പിന്നെ സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിട്ട് കർട്ടൻസൊക്കെ തുറന്ന് ബ്ലൈൻഡ്സും എല്ലാം മാറ്റിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് തോന്നും വീടിനല്ല, അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ വെട്ടവും വെളിച്ചമൊക്കെ കയറുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണല്ലോ നമുക്ക് തന്നെ. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വീട് വെച്ചപ്പോൾ തന്നെ അധികം ജനലും വാതിലും ഒക്കെ വേണം, നല്ല കാറ്റും വെളിച്ചവും കയറണം. അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു ഞങ്ങൾ ഇത് വരച്ച ആളോട് പറഞ്ഞത്. അതായിരുന്നു മെയിനായിട്ടും. സ്പേഷ്യസ് ആയിരിക്കണം, ഒട്ടും കൺജസ്റ്റഡ് ആവരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ചെയ്യിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരിവിടെ വീട്ടിൽ വന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാവരും ആരും നമ്മുടെ മുഖത്ത് നോക്കി മോശം പറയില്ലെങ്കിലും ആ പറയുന്നതിൽ നമുക്കറിയാൻ പറ്റുമല്ലോ സത്യസന്ധമായിട്ട് പറയുന്നതാണോ അതോ അവർ നമ്മളെ സുഖിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറയണതാണോ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ. പക്ഷേ ഈ പറയുന്നവരെല്ലാവരും അവരുടെ ആ ഒരു മുഖത്ത് വരുന്ന ആ ഒരു ഇത് കാണുമ്പോൾ നമുക്കറിയാം അവർ നല്ല കറക്റ്റ് കാര്യമായിട്ട് തന്നെ അത് പറയുന്നതെന്ന്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. ഈ വീടും പരിസരവും ഒക്കെ ചെടികളും ഇങ്ങനെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണെന്നാണ് പറയുക ഇവിടെ ആര് വന്നാലും. ഇന്നലെ എൻ്റെ ചേട്ടന്മാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരും അത് തന്നെ പറഞ്ഞിട്ട് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വീടിനെ പറ്റി എല്ലാവരും ഇങ്ങനെ നല്ലത് പറയുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും വീടൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാനായിട്ട്. സുഖമില്ലെങ്കിൽ തന്നെ ഒന്ന് തൂക്കാനും തുടക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ തന്നെ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് വിരിച്ചൊക്കെ ഇടും. ആര് വന്നാലും മോശമായി കിടക്കരുത് എന്ന് അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഞാൻ പിന്നെ തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ കൺമണീനെ കുറച്ച് നേരം ഒന്ന് നോക്കണം. അല്ലെങ്കിൽ അവൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇപ്പോൾ 2-3 പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ബഹളം കൂട്ടുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കളിക്കാനായിട്ട്, വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ കളിക്കാനായിട്ട്, അപ്പോൾ കണ്ണനെയും കൂട്ടി കളിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി വിട്ടിട്ട് അത് കഴിയുമ്പോൾ എനിക്ക് അവളെ കുളിപ്പിക്കാം. ഇത് തുടച്ച് തൂത്ത് കഴിയുമ്പോഴത്തേക്ക് അവളെ കുളിപ്പിക്കാം. ആ ഒരു ഉദ്ദേശത്തിലാണ് വെള്ളം വെച്ച് കൊടുത്തിരിക്കണം. എന്നിട്ട് ഞാൻ വേഗം ഒന്ന് വന്നിട്ട് തൂത്ത് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണേ.
എന്തെങ്കിലും ഒരു ലോഷൻ ഒഴിച്ച് വെള്ളത്തിൽ നന്നായിട്ട്, അധികം അഴുക്കൊന്നും ഇല്ല, മിക്കവാറും എല്ലാ ദിവസവും തുടച്ചിടണമുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസം ഇല്ലാതിരുന്നത് കൊണ്ടിട്ട് പൊടിയുണ്ട്, പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തൂക്കുമ്പോഴും തുടക്കുമ്പോഴും. അല്ലെങ്കിൽ വേഗം അങ്ങോട്ട് തുടച്ചാൽ പോകണേ സാധാരണ. ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് തൂത്തതും തുടച്ചതും. റൂമൊന്നും തുടച്ചിട്ടില്ല, സമയം ഉണ്ടായില്ല റൂം തുടക്കാനായിട്ട്. അതിന് വേറൊരു ദിവസം, ഏതെങ്കിലും ഒരു അവധി ദിവസം, ഇപ്പം ആരെങ്കിലും വീട്ടിലുള്ളപ്പോഴേ പറ്റുള്ളൂ. ഈ കൺമണീനെയും കണ്ണനെയും ഏൽപ്പിച്ചിട്ട് ഇവർ രണ്ടിനെയായിട്ട് ഈ അടുക്കളയിലെ ജോലിയും ഈ ക്ലീനിങ്ങും എല്ലാം കൂടി എനിക്ക് പറ്റൂല. അപ്പം ഞാനിപ്പോൾ ഒന്ന് മോശമായി കിടക്കണ കൊണ്ടിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല അവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നതെന്ന്. അത് വെള്ളം വെച്ച് അതിൻ്റെ അകത്ത് ആ വെള്ളത്തിൽ തന്നെ ഞാൻ കുളിപ്പിച്ചു എടുത്തു. കുളിച്ചിതാ വന്നിട്ട് ഡാൻസ് കളിയാണ്. ആ ബെഡിൽ നിർത്തിയാൽ ഭയങ്കര ഡാൻസ് കളിക്കും. കുറച്ച് നേരം അതിലിങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കും. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി, പിന്നെ ഒരു ബുക്കും പേനയും കൂടി കൊടുത്താൽ, പേനയല്ല കേട്ടോ, പെൻസിലും കൂടി കൊടുത്ത് അത് വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. തോന്നുന്നിടത്തൊക്കെ ഇട്ട് വരക്കും. അതിന് അവിടെ അച്ഛൻ വരുമ്പോഴത്തേക്കും വഴക്കും കിട്ടാറുണ്ട്. ഇങ്ങനെ വരച്ച് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ഇങ്ങനെ എഴുതാനും വരയ്ക്കാനും. അമ്മയുണ്ടപ്പോൾ അമ്മയായിട്ടിരുന്നാണ് ഈ എഴുത്തും വായനയും വരയും എല്ലാം നടത്തൽ. ഇപ്പം അമ്മ ഇല്ലാത്തത് കൊണ്ടിട്ട് ഒറ്റക്കായി. പിന്നെ കണ്ണനും കൂടെ ഇരുന്നോളും. കുറച്ച് എന്തെങ്കിലും കണ്ണനെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, കണ്ണാ ഇത്തിരി നോക്കുന്നൊക്കെ പറഞ്ഞാൽ അവൻ പിന്നെ നോക്കിക്കോളും. അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല രണ്ടുപേരും. അപ്പം ഞാൻ ഒരു മുട്ട വറുത്തിട്ട് രണ്ടുപേർക്കും കഞ്ഞി കൊടുത്തതാണ്. ഒരു 11-12 മണിക്കുള്ളിൽ കഞ്ഞിയൊക്കെ കൊടുത്താൽ പിന്നെ ഉച്ചയ്ക്ക് ഇത്തിരി ലഞ്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ കോരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കില്ല, തന്നെ കഴിച്ചോളും. അങ്ങനെ ഭയങ്കര വാശിയാണ്, തന്നെ കഴിക്കാനേ ഇഷ്ടം. അപ്പം ഞാൻ തന്നെ കഴിക്കട്ടെ എന്ന് ഓർത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നതാണേ. അപ്പോൾ എൻ്റെ ചിക്കനൊക്കെ ഞാനിട്ട് അത് ഒരുവിധം മെൽറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം കഴുകിയെടുത്ത് നീറ്റാക്കി കഴുകിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണേ. ഒരു 4-5 പ്രാവശ്യം ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ സിങ്കും അവിടെ വെള്ളം വീണ ഭാഗമൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി നന്നായിട്ട് നീറ്റാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുമല്ലോ, അല്ലെങ്കിൽ മണവും ഒക്കെ ഉണ്ടാവും. അത് കാരണം ഞാൻ വേഗം തന്നെ ചിക്കൻ കഴുകിയ പുറകെ തന്നെ അങ്ങോട്ട് ഒരു ലോഷൻ ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് കഴുകിയെടുക്കണേ. അതിൻ്റെ ഇടയ്ക്ക് കൺമണി വന്നിട്ടുണ്ടായിരുന്നു എന്നോട് എന്തൊക്കെയോ കളിക്കാനായിട്ട്. പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം വെച്ച് അതിൽ കുറച്ച് ഇലയൊക്കെ ഇട്ടിട്ട് പറഞ്ഞ് അത് വെച്ച് കോരി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കിയിട്ട് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക ആൾ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് ഒരാൾ നോക്കിയിരുന്നാൽ ഇരുന്നോളും. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ എന്നിട്ട് കളിച്ചിട്ട് അത് മതിയാക്കി ആ പാത്രം എടുത്ത് കളഞ്ഞിട്ട് ഇനി ഞാൻ ചെല്ലാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ എന്തോ ആക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് ബാക്കി പണി നോക്കുകയാണേ. എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മുന്നേ എല്ലാം റെഡിയാകണം. അപ്പോൾ ഭക്ഷണം പിള്ളേർക്ക് കൊടുക്കണമല്ലോ, പിന്നെ ഏട്ടനും വരും. അതിന് മുമ്പ് എൻ്റെ പണി തീർക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ അവൾക്ക് എന്തൊക്കെയോ വെച്ച് കൊടുത്തു കളിക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പിന്നെയും അടുക്കളയിലേക്ക് വന്നതാണ് ചിക്കൻ കറി വെക്കാനായിട്ട്. ഞാൻ ഈ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഞാൻ അതിൻ്റെ ആ ചിക്കൻ കറിയുടെ റെസിപ്പി എന്തായാലും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ഞാനിപ്പോൾ ഒന്ന് ഓടിച്ചങ്ങോട്ട് കാണിക്കണേ ഉള്ളൂ. എന്താ വെച്ചാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയി പോകും അല്ലെങ്കിൽ. അത് കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടികളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി ചിക്കൻ കുറച്ച് നേരം വെക്കണം. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി അതും വെക്കണം കേട്ടോ. അതും അതിൻ്റെ കൂടെ തിരുമ്മി ചേർക്കണം ചിക്കൻ്റെ കൂടെ. അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ പല രീതിയിൽ ചിക്കൻ വെക്കും. ഇന്ന് ഞാൻ വെക്കുന്നത് വറുത്തിട്ടാണ്. ചിക്കൻ വറുത്ത കറിയാണ് വെക്കണേ. കറിയായിട്ടല്ല, ഒരു റോസ്റ്റായിട്ട് ഇത്തിരി ഗ്രേവി കുറഞ്ഞ് ചാറില്ലാത്ത രീതിയിലാണ് വെക്കണത്. അപ്പോൾ ഇന്ന് ചിക്കനെല്ലാം മൊത്തത്തിൽ പുരട്ടി വെക്കാണ്. അതിൻ്റെ അകത്തുനിന്ന് പിള്ളേർക്കും എല്ലാവർക്കും വറുക്കാനായിട്ടുള്ള കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട്. മൊത്തം ചിക്കനും കറിയാക്കുന്നില്ല, കുറച്ച് ഞാനെടുത്ത് ഈ പുരട്ടിയതിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടി മാറ്റിയിട്ട് അതിൻ്റെ അകത്തും കുറച്ചുകൂടി പൊടികളൊക്കെ ചേർത്താൽ. ഇത് അത്രയും പൊടികൾ ഇട്ടിട്ടില്ല, ഞാൻ ഒരു ലൈറ്റായിട്ടേ പൊടികൾ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേവി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പൊടികൾ ചേർക്കുമല്ലോ, അത് കാരണം ലൈറ്റായിട്ട് പൊടി. ഇനി വറുക്കാനുള്ളത് മാറ്റിയിട്ട് ഞാൻ അതിൽ കുറച്ചുകൂടി മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടി പുരട്ടിയാണ് വെച്ചിരിക്കണം. അതിന് സവാളയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞാൽ ചേർക്കണേ. എന്താ വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി നമ്മൾ നേരത്തെ ചിക്കനെ പുരട്ടി വെച്ചായിരുന്നല്ലോ, അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞാൽ ചേർക്കണം ഞാൻ സാധാരണ. അപ്പോൾ എണ്ണയിൽ നന്നായിട്ട് വേപ്പിലിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ വറുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഉള്ള ചിക്കനെല്ലാം വറുത്ത് മാറ്റി വെക്കുകയാണേ.
അത് കഴിഞ്ഞിട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കും നന്നായിട്ട്. വെറുതെ ഒന്നും വെന്താൽ പോരാ, നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് ഉള്ളൂ ആ ചിക്കൻ കറിക്ക്. ഇനി ആ ചിക്കൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയിലേക്കാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കണേ, ചതച്ചല്ല കേട്ടോ. അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവണം, അതും ഒന്ന് ക്രിസ്പി പോലെ നമുക്ക് കടിക്കാൻ പറ്റണം. അങ്ങനെ ആക്കാനായിട്ട് പിന്നെ കുറച്ച് വേപ്പിലയിട്ട് സവാള ഇട്ട് വഴറ്റി, പിന്നെ പൊടികളൊക്കെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് ബ്രൗൺ കളർ ആവണം, നല്ല ഡ്രൈ ആവണം കേട്ടോ. അങ്ങോട്ട് കുഴഞ്ഞു പോവല്ല, ഡ്രൈ ആവണം, എങ്കിലാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അങ്ങനെ പൊടികളൊക്കെ എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടാണ് ഉപ്പിടണം. സവാളയിൽ നന്നായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അതിങ്ങനെ വാടുമ്പോൾ വേഗം ഇങ്ങനെ ഒന്ന് ഡ്രൈ ആകുമെന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടോ നല്ല ബ്രൗൺ കളറായി സവാള. അതിലേക്ക് പൊടികളെല്ലാം ഞാൻ ചേർക്കുകയാണ്. പൊടിയും ചേർത്ത് കുറച്ച് നേരം ഒന്ന് ആ പൊടിയൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞതും ചേർത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആവണം. ആ തക്കാളി ഒന്ന് വേകണം. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കണേ. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ആ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ എടുത്ത് അതിലേക്കിട്ട് ചിക്കൻ നന്നായിട്ട് ഒന്നുകൂടി ആ ഗ്രേവിയിൽ നല്ല മിക്സാക്കി, ആ ഗ്രേവിയും ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ ഒന്ന് തിളപ്പിച്ച് അങ്ങനെ ചാറ് വേണ്ട. ഇതൊരു റോസ്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ റോസ്റ്റാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ചാറ് വേണ്ട, നന്നായിട്ടൊരു ഗ്രേവി ആയിട്ട് തന്നെ ഇരിക്കണം. അതിൻ്റെ കൂടെ ഞാനൊരു ചാറ് കറിയും കൂടി വേണമെന്ന് വെച്ചിട്ട് തക്കാളി ഇട്ട് മോര് കാച്ചാണേ. വറതാളിച്ചിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് പച്ചമുളകും വേപ്പിലേക്ക് ഇട്ടിട്ട് മോര് കറിക്കുള്ള അരപ്പ് ചേർത്ത് മോരൊഴിച്ച് തൈരും മിക്സിയിൽ അടിച്ച് അതും കൂടി ചേർത്ത് ഉപ്പിട്ട് അപ്പം മോര് കറി റെഡിയായിട്ടോ. അത് വേഗം സിമ്പിളായിട്ട് വെക്കാം നമുക്ക്. അങ്ങനെ ഞാൻ മോരേറി വെച്ച് അതിൻ്റെ മുന്നേ തന്നെ ചിക്കൻ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും വറുത്ത് അതും കഴിഞ്ഞിട്ട് അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞ്, കുക്കിംഗ് എല്ലാം കഴിഞ്ഞെൻ്റെ. ഇനിയിപ്പോൾ പിള്ളേർക്ക് ചോറ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ എന്നാൽ പാത്രമൊക്കെ കഴുകി വെച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാൽ പാത്രവും കഴുകി അടുക്കളയൊന്ന് നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ. പിന്നെ ഇങ്ങോട്ട് വരണ്ട, തിരിച്ച് അടുക്കളയിലേക്ക് വരണ്ടല്ലോ. പിന്നെ അവർക്ക് ചോറും കൊടുത്ത് ഞങ്ങളും ചോറ് കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ വേഗം വന്ന് പിള്ളേരുമായിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുമായിട്ട് ഏട്ടൻ കളിക്കില്ല, റൂമിലിരുന്ന് കളിച്ചോളും മൂന്നാളും കൂടിയിട്ട്. പിന്നെ ഞാൻ ആ സമയത്ത് ചോറൊക്കെ എടുത്ത് അപ്പോൾ കൺമണിക്ക് ഞാൻ ചോറ് എടുത്തപ്പോൾ കൺമണിക്ക് അച്ഛ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ബഹളം ഇടുക. അപ്പം ഞാൻ ഓർത്തേ ഇവളെന്താ ഇങ്ങനെ പറയണേ, ഇത്രയും നേരം നോക്കിയിട്ട് ഇവളെന്താ പെട്ടെന്ന് അച്ഛന് മതി എന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾ ഇങ്ങനെ കളിയാക്കിയിട്ട് അപ്പോൾ കണ്ണനും വന്നിരുന്ന് രണ്ടാളും കൂടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ണനും അച്ഛൻ തന്നെ കണ്ണന് എപ്പോഴും ഒക്കെ ഏട്ടനാ വാരി കൊടുക്കൽ. അപ്പോൾ കൺമണിക്കും വാരി കൊടുക്കണുണ്ട്, കണ്ണനും വാരി കൊടുക്കണുണ്ട്. രണ്ടാളും കൂടി അച്ഛനുമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൺമണി ചോറ് കഴിച്ച് ഇനി അവളെ ഉറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അവൾ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും കിടന്ന് ബഹളം കൂട്ടും. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാവും. അത് കാരണം അപ്പം തന്നെ കഴിച്ച് വായൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഊഞ്ഞാലയിലിട്ട് ഒരു 2-3 പ്രാവശ്യം ആട്ടുമ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോവും. ഭയങ്കര ഇഷ്ടം ഈ ഊഞ്ഞാലയിലാണ് ഇപ്പോൾ ഉറക്കം. അവളെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി ഊണ് കഴിക്കുകയാണ്. ഊണ് കഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ബാങ്ക് കോച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇനി ഇവിടെ വെച്ച് ഞാൻ നിർത്താണ്. ഇനിയുള്ള വീഡിയോസ് പുറകെ വരും. അപ്പോൾ എല്ലാവരും ഈ തന്ന സപ്പോർട്ടും എല്ലാം ഇനി ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും നേരത്തെ പറഞ്ഞ് എല്ലാവരും മനസ്സിലാക്കി തന്നതുപോലെ ഇനി ഉണ്ടാവണം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനും എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ തരുന്നതിനും എല്ലാവരോടും താങ്ക് യു സോ മച്ച്.